ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോസിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പല ആളുകളും എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ ഒരുപാട് നാട്ടുകാർ, അതുപോലെ പല മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ വെറും കരാട്ടെയാണോ, അത് കിക്ക് ബോക്സിങ് അല്ലെങ്കിൽ മൊയ്ത്തായി അല്ലെങ്കിൽ കളരി മറ്റുള്ള മാർഷൽ ആർട്സിലേക്ക് എന്താണ് കയറുന്നില്ലേ, അല്ലെങ്കിൽ കയറുന്നുണ്ടോ, നിങ്ങളെ കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യലുണ്ടോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തിലേറെയായി നമ്മളെന്താണ് കിക്ക് ബോക്സിംഗ് രംഗത്ത് നമ്മളുണ്ട്. സാധാരണ കിക്ക് ബോക്സിംഗ് രംഗത്ത് നമ്മൾ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യലും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കലുമായിട്ട് നമ്മൾ കുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റിങ്ങിൽ. പക്ഷേ നമ്മളിങ്ങനെ ഒരുപാട് വർഷമായിട്ട് നമ്മളിങ്ങനെ ഈ കിക്ക് ബോക്സിങ്ങിൽ പല ചാമ്പ്യൻഷിപ്പിൽ ഇറക്കുക, അതിൽ മെഡൽ കയറലുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് കയറാത്ത കുട്ടികളുണ്ട്, നാഷണൽ ലെവലിൽ വരെ അടിച്ച കുട്ടികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മകൻ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിക്ക് ബോക്സിംഗ് ലെവലിൽ 3rd പ്രൈസൊക്കെ സ്റ്റേറ്റ് ലെവലിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പഠനം നടത്തി, കുറേ കുട്ടികളെ ഇറക്കി, അതിൽ വീണ്ടും നമ്മളൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയ ഏറ്റവും ട്രെൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അംഗീകാരമായിട്ടുള്ള ഒരു അക്കാഡമി ഏതാണെന്നുള്ളത് ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് നമ്മുടെ വാക്കോ കേരള. ഒരുപാട് അസോസിയേഷൻ ഉണ്ട്, അസോസിയേഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പോകുന്ന അസോസിയേഷന് തികച്ചും ശരിയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് ഈ വീഡിയോസിനകത്ത് തന്നെ കാണാം. എന്തായാലും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് നമ്മൾ വാക്കോ എന്നുള്ള ഒരു അസോസിയേഷനെ കുറിച്ച് പഠിക്കുകയും ആ വാക്കോ എന്താണ് എന്നുള്ളത്, വാക്കോൻ്റെ ഫുൾ എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൽ എന്തൊക്കെയാണ് റിയലായിട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ അംഗീകാരം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് വാക്കോയിൽ ഞാൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതും. വർഷങ്ങളോളമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ വിന്നർ മാർഷൽ ആർട്സ് അക്കാഡമിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഏകദേശം ഞാനൊരു 1.5 വർഷമായി ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഈവനിങ്ങിലും അതുപോലെ തന്നെ മോർണിംഗിലും ഇന്നിപ്പോൾ രാവിലെ എത്തിയാണ്, അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 1.5 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം വാക്കോ കേരള അസോസിയേഷൻ്റെ അണ്ടറിൽ നമ്മളെ കരുവാരക്കുണ്ട് ചാൻസ് ഫാക്ടേഴ്സ് ഫൈറ്റിംഗ് അക്കാഡമിയിൽ വെച്ചിട്ട് ബ്ലാക്ക് ബെൽറ്റിൻ്റെ ഗ്രേഡിംഗ് നടന്ന് ആ ഗ്രേഡിങ്ങിനകത്ത് ഒരു 2nd ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റും അതുപോലെ തന്നെ എൻ്റെ മകന് ഫസ്റ്റ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് നേടാൻ സാധിച്ചു. എന്തായാലും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മുമ്പ് സംശയങ്ങൾ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. എന്താണ് വാക്കോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഗുണങ്ങളും, അതുപോലെ തന്നെ ഇത് എത്തരത്തിലാണ് ഇതിൻ്റെ ഇത് സ്പ്രെഡായി കിടക്കുന്നത് എന്നുള്ളൊക്കെ വിശദ വിവരം നമുക്ക് ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ കൂടെ ഉള്ളത് വാക്കോ കേരളൻ്റെ പ്രസിഡന്റ് ഡോക്ടർ, എൻ്റെ ഗുരുവും കൂടിയാണ്. കാരണം ഞാൻ യഥാർത്ഥത്തിൽ കിക്ക് ബോക്സിങ്ങിൻ്റെ റിയലായിട്ടുള്ള ഒരു വർഷം പഠിക്കുന്നത് സാറ് ഇരുത്തുന്നതാണ്. അപ്പോൾ സാർ ഇവിടെ ഉണ്ട്. സാറെ സംബന്ധിച്ചിടത്തോളം വാക്കോ കേരള അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ഇന്നർ മാർഷൽ ആർട്സ് അക്കാഡമിയുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഷെരീഫ് മാഷ്, അതായത് വാക്കോ കേരളൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് സാറോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് ഇതെന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ സാറ്, സത്യത്തിൽ പല ആളുകൾക്കുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡൗട്ടുകൾ. പല ആളുകളും പല രീതിയിൽ ഇന്ത്യ അസോസിയേഷനാണ് വലുത് അല്ലെങ്കിൽ ഇന്ത്യതാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് ശരിക്കും ഈ വാക്കോ എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് ശരിക്കും? വാക്കോ എന്ന് പറഞ്ഞാൽ വേൾഡ് അസോസിയേഷൻ ഓഫ് കിക്ക് ബോക്സിംഗ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ഫെഡറേഷൻ ആണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. ഇന്ത്യതാണ് ശരി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലും ഔട്ട് ഓഫ് കേരളയും ഒരുപാട് ആളുകൾ ഇതുപോലെ കിക്ക് ബോക്സിംഗ് അല്ലെങ്കിൽ ബോക്സിങ്ങുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് ശരിക്കും ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കൊന്ന് ബോധ്യപ്പെടുത്തിയാൽ. കാരണം പല ആളുകളും പറയുന്നുണ്ട്, ഞാൻ കരാട്ടല്ലേ, നിങ്ങൾ എവിടുന്നാണ് എന്താണ് എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ബ്ലാക്ക് ബെൽറ്റ് തരാനുള്ള യോഗ്യത എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഒരു വിശദീകരണം നമ്മുടെ വ്യൂവേഴ്സിന്, കാരണം ഒരുപാട് വ്യൂവേഴ്സ് നമ്മളെ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ വാക്കോയിലേക്ക് വരാനും ഒരു റിയലായിട്ടുള്ള ഒരു അസോസിയേഷനിൽ ജോയിൻ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. തേച്ചു സാർ ഒന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരം. നമ്മൾ ശരികളെക്കുറിച്ചോ തെറ്റുകളെക്കുറിച്ചോ വലുപ്പ ചെറുപ്പങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളിപ്പോൾ സംസാരിക്കേണ്ട. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു കാര്യം പറയാൻ പറ്റും, നമ്മൾ നിൽക്കുന്നത് റിയൽ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കിക്ക് ബോക്സിംഗ് അസോസിയേഷനിലും ഫെഡറേഷനിലുമാണ്. ഇപ്പോൾ വാക്കോ മലപ്പുറത്തിൻ്റെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം. വാക്കോ കേരളയുടെ പ്രസിഡൻ്റാണ് ഞാൻ. ഇദ്ദേഹം തന്നെ വാക്കോ കേരളയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇപ്പോൾ വാക്കോ മലപ്പുറം വാക്കോ കേരളയുമായി അഫിലിയേറ്റഡ് ആണ്, വാക്കോ കേരള വാക്കോ ഇന്ത്യയുമായി അഫിലിയേറ്റഡ് ആണ്, വാക്കോ ഇന്ത്യ വാക്കോ ഏഷ്യനുമായി അഫിലിയേറ്റഡ് ആണ്, വാക്കോ ഏഷ്യ വാക്കോ ഇൻ്റർനാഷണലുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. വാക്കോയുമായിട്ട്
അഫിലിയേറ്റഡ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോകത്ത് ഒരുപാട് കിക്ക് ബോക്സിംഗ് അസോസിയേഷൻസ് ഉണ്ട്. അവരൊന്നും തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ കിക്ക് ബോക്സ് അറിയുന്നവരും കിക്ക് ബോക്സിങ്ങിൽ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളും കഴിവുള്ള ആളുകളായേക്കാം. പക്ഷേ വാക്കോ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ബാപ്പുട്ടി മാഷിൻ്റെ ചോദ്യയുടെ പ്രസക്ത ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പിന്നെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്കിൻ്റെയും ഏഷ്യൻ ഒളിമ്പിക്കിൻ്റെയും അതുപോലെ തന്നെ പിന്നെ ഇത്തരം ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ റെക്കഗ്നേഷനും എല്ലാ അംഗീകാരങ്ങളുമുള്ള കിക്ക് ബോക്സിംഗ് ഫെഡറേഷൻ അത് വാക്കോ മാത്രമാണ്. മാത്രമല്ല ഇത്തരം ഒഫീഷ്യൽ ഗെയിമുകളൊക്കെ വാക്കോ റൂൾ പ്രകാരമാണ് കണ്ടക്ട് ചെയ്യപ്പെടുക. അതുമാത്രമല്ല ഇത്തരം ഒഫീഷ്യൽ ഗെയിമുകൾ മുഴുവൻ ഒഫീഷ്യേറ്റ് ചെയ്യുന്നത് വാക്കോയുടെ ഒഫീഷ്യൽസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ SGFIൻ്റെ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അതുപോലെ തന്നെ AIU ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഇതിൻ്റെയൊക്കെ അംഗീകാരമുള്ളതും ഇതിൻ്റെയൊക്കെ ചാമ്പ്യൻഷിപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതും വാക്കോയുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളായേക്കാം. അപ്പോൾ വാക്കോ എന്ന് പറഞ്ഞാൽ കിക്ക് ബോക്സിങ്ങിൻ്റെ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫെഡറേഷനും ബോഡിയാണ് വാക്കോ. വാക്കോനെ കുറിച്ചും അതുപോലെ തന്നെ കിക്ക് ബോക്സിനെ കുറിച്ചും നമ്മുടെ മാഷ് വ്യക്തമായ വിവരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, പല ആളുകൾക്കും മറ്റൊരു സംശയം എന്ന് പറയുന്നത്, നമ്മൾ ഈ കിക്ക് ബോക്സിംഗ് രംഗത്ത് ആ ഒരു ഫീൽഡിൽ നമ്മൾ എന്താണ് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടോ? കരാട്ടിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആർട്സിലൊക്കെ അല്ലേ ഗ്രേഡിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ കിക്ക് ബോക്സിങ്ങിൽ ശരിക്ക് ഈ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ മറ്റുള്ള ഗ്രേഡിങ്ങുകൾ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സംശയം നമ്മുടെ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഉള്ളത്. അതിൻ്റെ എന്താണ് സാർ അഭിപ്രായം? അങ്ങനെ ഗ്രേഡിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ ബാപ്പുട്ടി മാഷ് പറഞ്ഞ പോലെ പല ആളുകളും പല അസോസിയേഷനുമായിട്ടൊക്കെ പോകുന്നുണ്ട്. അത്ര അസോസിയേഷനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മളെ അസോസിയേഷൻ അതായത് വാക്കോകൾക്ക് കൃത്യമായിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഓരോ ഗ്രേഡിങ്ങിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായ സിലബസ് സിസ്റ്റം ഉണ്ട്. ആ സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ അതിനെ ഫോളോ ചെയ്ത് അതിനെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ട് അവർ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് നമ്മൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഗ്രേഡിങ് കൊടുക്കാറുള്ളത്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും അതിൽ പാർട്ടിസിപ്പൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ ഗ്രേഡിങ് കൊടുക്കുമ്പോൾ നമ്മൾ കേവലം ഒരു 3 ദിവസത്തെ ക്യാമ്പ് വെച്ചിട്ട് അവർക്ക് ഗ്രേഡിങ് കൊടുക്കുക എന്നുള്ളതല്ല. ഒരു പക്ഷേ ആ ക്യാമ്പ് മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു വർഷം മുമ്പ് ചുരുങ്ങിയത് 6 മാസം മുമ്പെങ്കിലും നമ്മളെന്താവും അവരെ കൃത്യമായ രൂപത്തിൽ ട്രെയിനിങ് കൊടുത്തിട്ട് പിന്നെ ഡേ ബൈ ഡേ ഗ്രാജ്വലി അവരെ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള തലങ്ങളിലേക്ക് അവർ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കിക്ക് ബോക്സിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളും പടി കടന്ന് മുന്നോട്ട് പോയിട്ട് അവർ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും അവർ ആർജിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ അവർക്ക് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ബാപ്പുട്ടി മാഷ് അദ്ദേഹം ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തെ എത്തിപ്പരാന്നുള്ളത് അതിശയോക്തിയാകും എന്ന് കരുതിയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഏകദേശം 1 വർഷത്തിൻ്റെ മുകളിലായി എൻ്റെ അടുത്ത് വരികയും ഇവിടെ ഞാൻ പെരിന്തൽമണ്ണ ഇവിടെ ഡോക്ടർ വിന്നർ ഷരീഫിൻ്റെ അണ്ടറിലുള്ള വിന്നർ മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാഡമിയിലേക്ക് വരികയും ഇവിടെ വെച്ചിട്ട് അദ്ദേഹം കൃത്യമായിട്ട് സ്ഥിരമായി അദ്ദേഹം പിന്നെ പ്രോപ്പർലി കിക്ക് ബോക്സിംഗ് ട്രെയിൻ ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ബ്ലാക്ക് ബെൽറ്റ് നേടുകയും ചെയ്ത ഒരാളാണ് ബാപ്പുട്ടി മാഷി. ഇത്തരത്തിലാണ് വാക്കോ കേരളയുടെ അണ്ടറിൽ പിന്നെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഇത്തരത്തിലാണ് ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ കിക്ക് ബോക്സിങ്ങിൽ ഗ്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഗ്രേഡിങ്ങിനും അതിൻ്റെതായിട്ടുള്ള സിലബസുകളും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കിക്ക് ബോക്സിങ് വാക്കോൻ്റെ ശരിക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ സാറ് ഇപ്പോൾ എൻ്റെ മാഷ് നിങ്ങളാണ് എന്ന് പറയാം, അപ്പോൾ സാർക്കൊരു സാർ ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊരു വിവരം തരാൻ പറ്റുമോ? ഇത് എവിടെ നിന്നാണ് സാർ ഇത് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത്? പല ആളുകളും ഇന്ന് യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ട് വെറുതെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ടീച്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് തികച്ചും യൂട്യൂബ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അവർ യാതൊരു കാരണവശാലും അത് പറയില്ല. കാരണം എന്താ, അത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതും പല ജനങ്ങളും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സാർക്ക് എവിടെയാണ് സാറ്, അല്ലെങ്കിൽ എന്താണ്, എവിടുന്നാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെ ചാമ്പ്യൻഷിപ്പുകളിലാണ് സാർ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു വിവരം തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, അതായത് പിന്നെ ഇപ്പോൾ ഞാൻ കിക്ക് ബോക്സിങ് ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ അടുത്ത് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ലോകത്തിലെ കിക്ക് ബോക്സിങ്ങിൻ്റെ മികച്ച എല്ലാ ട്രെയിനേഴ്സിൻ്റെ അണ്ടറിലും ഇന്ത്യയിൽ വെച്ചിട്ടും ഇന്ത്യയുടെ പുറത്ത് വെച്ചിട്ടും പിന്നെ ഏഷ്യൻ കൺട്രീസിൽ വെച്ചിട്ടും അതല്ലാത്ത അതിൻ്റെ പുറത്ത് വെച്ചിട്ടൊക്കെ ട്രെയിൻ ചെയ്യാനുള്ള അവസരം ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കിക്ക് ബോക്സിങ്ങിൽ എൻ്റെ മെൻറ്റർ അല്ലെങ്കിൽ എൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ കിക്ക് ബോക്സിങ്ങിൻ്റെ ഫൗണ്ടറും ഇന്ത്യൻ കിക്ക് ബോക്സിങ്ങിൻ്റെ അല്ല വാക്കോ ഇന്ത്യയുടെ കിക്ക് ബോക്സിങ്ങിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അത്രമാത്രം പിന്നെ അവഗാഹമുള്ളവർ പറയേണ്ടതാണ്. വാക്കോ ഇന്ത്യയുടെ ഫൗണ്ടറും അതുപോലെ തന്നെ വാക്കോ ഇന്ത്യയുടെ സ്ഥാപകനും അതിലുപരിയായിട്ട് വാക്കോ ഇന്ത്യയുടെ പിന്നെ പ്രസിഡൻറ്റുമായ മിസ്റ്റർ CA താമ്പോളി സാറാണ് എൻ്റെ കിക്ക് ബോക്സിങ്ങിൻ്റെ ട്രെയിനർ. അദ്ദേഹമാണ് കിക്ക് ബോക്സിങ്ങിൻ്റെ പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡർ. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ട്രെയിൻ ചെയ്യാറുള്ളത്. അദ്ദേഹമാണ് എനിക്ക് കൃത്യമായിട്ടുള്ള, എനിക്കെന്നല്ല
നമ്മുടെ ഇന്ത്യൻ കിക്ക് ബോക്സിങ്ങിന് കൃത്യമായിട്ടുള്ള നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹം പിന്നെ ഏഷ്യൻ കിക്ക് ബോക്സിംഗ് ഫെഡറേഷൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളാണ്. അതിലുപരിയായിട്ട് ഏഷ്യൻ കിക്ക് ബോക്സിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റുമായിട്ടൊക്കെ വളരെ അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന ആളുമാണ്. എല്ലാ സ്റ്റേറ്റുകൾക്കും അത്യാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് പകർന്നു തരുന്ന ആളുമാണ് മിസ്റ്റർ താമ്പോളി സാർ. അദ്ദേഹമാണ് നമുക്ക് കിക്ക് ബോക്സിന് നേതൃത്വം നൽകാറുള്ളത്. ഓക്കെ ഇതൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെന്താണ് കുറച്ച് മുതിർന്ന ആളായിക്കോട്ടെ, നിങ്ങളെടുത്ത് സാറെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാൻ പറ്റുമോ എന്തായാലും? അല്ലെങ്കിൽ അതെങ്ങനെയുണ്ട് സംഗതി? ഇപ്പോൾ അത് എന്തായാലും പറ്റുമോ എന്നുള്ളതാണ്. അല്ല, നമുക്ക് വേണമെങ്കിൽ 2-3 അല്ലെങ്കിൽ മണിക്കൂറുകൾ തന്നെ അവർക്ക് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വല്ല ഫാൻസിന്നോ ഫുട്വെയറിന്നോ ഒക്കെ വാങ്ങി കൊടുക്കേണ്ടി വരും. അതായത് കിക്ക് ബോക്സിങ്ങിന്റെ ബ്ലാക്ക് ബെൽറ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള ഒരു സർട്ടിഫൈഡ് ട്രെയിനർ എന്നുള്ള തലത്തിൽ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർ സിലബസ് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് കൊടുക്കുള്ളൂ. അത് പിന്നെ ആര് എത്ര ഫാസ്റ്റായിട്ട് എത്ര പിന്നെ സ്പീഡിലി അവർ പഠിച്ചെടുക്കുന്നുള്ളത് ഡിപ്പെൻഡാണ്. അത് ഓരോരുത്തരുടെ ആളുകളും, ചില ആളുകൾ ഇപ്പോൾ ബാപ്പുട്ടി മാഷെ പോലെ മാർഷൽ ആർട്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഷെരീഫ് സാറെ പോലെ മാർഷൽ ആർട്സിൽ അത്രമേൽ അവഗാഹമുള്ള ആളുകളാണെങ്കിൽ നമുക്കിത് ഫാസ്റ്റ്ലി എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മളെ കിക്കും അങ്ങനെയുള്ളവർക്കാണ് ഈ ശരിക്കും ബ്ലാക്ക് ബെൽറ്റ് നമ്മൾ കൊടുക്കുള്ളൂ. അതായത് ഈ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ അങ്ങനത്തെ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അങ്ങനത്തെ അല്ലാത്ത ആളുകൾക്ക് നമ്മൾ അവരങ്ങനെയല്ല, അവർ 1-2 വർഷങ്ങൾ കൃത്യമായ രൂപത്തിൽ ബേസിക് തൊട്ട് പഠിച്ചിട്ട് അവർ ബ്ലാക്ക് ബെൽറ്റിന്റെ ആ ഗ്രേഡിൽ എത്തുന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുക്കുള്ളൂ. ഓക്കെ, അത് പറയാൻ കാരണം എന്താ അറിയോ? കാരണം പല ആളുകളും എന്നെ കുറിച്ച് തന്നെ പല ധാരണകളുണ്ട്. കാരണം എന്താണ് ഇപ്പോൾ ബാപ്പുട്ടിക്ക് കോട്ടയ്ക്കൽ ബാപ്പുട്ടിക്ക് എന്താണ് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാൻ അവകാശം എന്നുള്ളതിൽ എന്താണ് സാർക്ക് പറയാനുള്ളത്? അതായത് എനിക്കൊരു ബ്ലാക്ക് ബെൽറ്റ് തരാൻ അതിന് അവകാശപ്പെട്ടിട്ടാണ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് വാക്കോ ഇന്ത്യയുടെ നാഷണൽ ബോഡിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ പിന്നെ ബാപ്പുട്ടി മാഷിന് കിട്ടിയിട്ടുള്ളത്. അത് കേരളത്തിൽ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ എക്സാം ബോർഡാണ്. അത് കൃത്യമായ രൂപത്തിൽ നമ്മൾ എക്സാം ചെയ്തിട്ട് അതിന് നിങ്ങൾ ഡിസർവ്ഡ് ആണെന്ന് 100% ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ജനങ്ങളുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ആശങ്കകളും പിന്നെ നമുക്ക് തീർത്തു കൊടുക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവില്ല, ഒരു എക്സാമിൽ ഇതാവില്ല. എക്സാമിനർമാരുടെ മുമ്പിൽ നമ്മൾ ആരാണോ കൃത്യമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് ഗ്രേഡിംഗ് കിട്ടും. അവരെ ഗ്രേഡിംഗ് നടന്ന് അവർ പാസ്സായിട്ട് അവർക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടും. അപ്പോൾ 100% നമ്മൾ ഒരു ബാപ്പുട്ടി മാഷ് മാത്രമല്ല, വാക്കോ കേരളയുടെ കഴിഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് എന്നല്ല, കഴിഞ്ഞ നാളുകളിൽ നടന്ന എല്ലാ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ്ങിലും പങ്കെടുത്ത് വിജയിച്ചവരൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള എക്സാമിൻ്റെ നിബന്ധനകൾ പാലിച്ച് ആ കടമ്പകൾ കടന്നിട്ട് തന്നെയാണ് അവർക്ക് ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ളത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പിന്നെന്ത് ചെയ്യണം, 100% അവകാശപ്പെട്ട് തന്നെ പറയാം, ഞാൻ കിക്ക് ബോക്സിങ്ങിൽ ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ് എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, വാക്കോ കേരള അല്ലെങ്കിൽ എന്താണ് ബ്ലാക്ക് ബെൽറ്റിൻ്റെ ഗ്രേഡിംഗ് ഉണ്ടോ എന്നെല്ലാം ഒരുപാട് സംശയങ്ങൾ സാറ് തീർത്ത് തന്നിട്ടുണ്ട്. ഇനി മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരുപാട് അസോസിയേഷൻ ഉണ്ട് ഇവിടെ അല്ലേ, നമ്മുടെ കേരളത്തിൽ ഔട്ട് ഓഫ് കേരള ഒക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ വാക്കോ കേരളൻ്റെ അംഗീകരിക്കപ്പെട്ട, അതായത് നമ്മളെ മലപ്പുറം ജില്ലയിൽ അംഗീകരിക്കപ്പെട്ട ഇൻസ്ട്രക്ടർമാർ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയൊന്ന് പറയാൻ പറ്റുമോ ഏകദേശം? നമുക്ക് ഇപ്പോൾ വാക്കോ കേരളയുടെ അണ്ടറിൽ നമുക്ക് കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് അങ്ങനെയും പറഞ്ഞുകൂടാ, എല്ലാ സിറ്റികളിലും കേരളത്തിൻ്റെ എല്ലാ സിറ്റികളും എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ യൂണിറ്റുകളുണ്ട്. നമ്മളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വാക്കോ കേരളയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് പങ്കെടുത്താണ് ഒരു ജില്ലയിൽ തന്നെ 4-5 ആളുകൾ, ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഇപ്പോൾ പിന്നെ എറണാകുളത്ത് നിന്ന് മാത്രം 3 ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് മാത്രമുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിലും നമുക്ക് വാക്കോ കേരളയുടെ അണ്ടറിൽ നമ്മൾ അംഗീകാരം കൊടുത്തിട്ടുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ കോട്ടക്കലിലെ അംഗീകാരമുള്ള നമ്മുടെ യൂണിറ്റിൻ്റെ ഇൻസ്ട്രക്ടറാണ് ബാപ്പുട്ടി മാഷ്. പെരിന്തൽമണ്ണത്ത് നമ്മുടെ അംഗീകാരമുള്ള യൂണിറ്റിൻ്റെ പിന്നെ എന്താ പറയുക ഇൻസ്ട്രക്ടറാണ് ഷെരീഫ് മാഷ്. ഇവിടെ ക്ലാസ് എടുക്കാൻ ഞാൻ വരാറുണ്ട്, അസലം ഉണ്ടാവാറുണ്ട്, എന്നാൽ പോലും അതിൻ്റെ അധിപൻ എന്നുള്ളതൊക്കെ ഷെരീഫ് മാഷാണ്. അങ്ങനെ ഓരോ ജില്ലകളിൽ ഇപ്പോൾ തിരൂരാണെങ്കിലും, ഇപ്പോൾ കരുവാരകുണ്ടിലാണ് നമ്മുടെ പ്രജീഷ്, അതുപോലെ തന്നെ മേലാറ്റൂർ നമ്മുടെ സഞ്ജു, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ റീജിത്ത്, അതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് നമ്മുടെ ഡോക്ടർ ഷബീർ ബാബു മാഷ്, ഇങ്ങനെ പിന്നെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പിന്നെ മനോജേട്ടന്, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ 14 ജില്ലകളിലും നമുക്ക് വാക്കോ കേരളയുടെ അണ്ടറിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കിക്ക് ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് ലഭ്യമാണ്. ഓരോ സ്ഥലങ്ങളിലും അത് അവൈലബിൾ ആണ്. അത് അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അതിൽ കോൺടാക്ട് നമ്പർ പിന്നെ ചേർത്തിട്ടുണ്ടാവും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ള നിങ്ങൾക്ക് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്തുള്ള കിക്ക് ബോക്സിംഗ് സെൻ്ററുകളുടെ നമ്പറുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സംഗതികൾ മീൻസ് മാർഷൽ ആർട്സുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരാട്ടെ. ഈ കരാട്ടയിലുണ്ട് ഫുൾ കോണ്ടാക്ട് ചാമ്പ്യൻഷിപ്പ്. യെസ്. അതുപോലെ തന്നെ എന്താണ് ഉഷു പോലുള്ള മാർഷൽ ആർട്സിലുണ്ട്. പിന്നെ എന്താണ് ഫേസ് പഞ്ചും അതുപോലെ തന്നെ ഫുൾ കോണ്ടാക്ട്
ഫൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കിക്ക് ബോക്സിംഗ് പഠിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് പല ആളുകളുടെയും സംശയം. എനിക്കത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കിക്ക് ബോക്സിംഗ് ഫോളോ ചെയ്യാൻ കാരണം, വാക്കോ സെലക്ട് ചെയ്യാനും കാരണം. അപ്പൊ എന്താണ് എന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതായത് കരാട്ടയിലും ഫുൾ കോൺടാക്ട് വരുന്നുണ്ട്, ഉഷുവിലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആർട്സിലും ഫുൾ കോൺടാക്ട് വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കിക്ക് ബോക്സിംഗ് പഠിക്കുന്നത്? അതന്നെ പോരെ, കാരണം അതിലുണ്ടല്ല കിക്കും പഞ്ചും, ഇതിലും കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ കിക്കും പഞ്ചും തന്നെയല്ലേ. അതെന്താണ് വ്യത്യാസം എന്നുള്ളതൊന്ന് പറയണമെങ്കിൽ വളരെ ഉപകാരം. നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പിന്നെ മാഷ് ചോദിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ കോൺടാക്ട് അല്ലെങ്കിൽ നോക്കൗട്ട് ഫൈറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കിക്ക് ബോക്സിങ്ങിൽ ഒരുപാട് തത്താമി ഫൈറ്റ് ഉണ്ട്, റിംഗ് സ്പോർട്സും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണെങ്കിലും പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഇപ്പോൾ മൊയ്തായിലും ഉണ്ട് ഫേസ് പഞ്ച്, വൂഷുവിലും ഉണ്ട് ഫേസ് പഞ്ച്, കരാത്തിയിൽ തന്നെ ഫുൾ കോൺടാക്ട് ഉണ്ട്. പിന്നെ ഈ കരാട്ടക്കാരനെ വന്നിട്ട് കിക്ക് ബോക്സിംഗ് ഇറങ്ങാറുണ്ട്, വൂഷുക്കാരും വന്ന് ഇറങ്ങാറുണ്ട്. പിന്നെ കിക്ക് ബോക്സിംഗ് വേറെ പഠിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ തന്നെയല്ലേ കിക്ക് ബോക്സിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കരാട്ടക്കാർക്ക് വേണമെങ്കിൽ കിക്ക് ബോക്സിംഗിൽ ഇറങ്ങാം, MMA ഇറങ്ങാം, അതുപോലെ തന്നെ വൂഷുവിൽ ഇറങ്ങാം, വൂഷുക്കാരന് വേണമെങ്കിൽ കിക്ക് ബോക്സിൽ ഇറങ്ങാം. ഇതൊക്കെ അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുകളും അത്യാവശ്യം തൻ്റെ ഇടമൊക്കെ ഉള്ള ആളുകൾക്ക് ഏത് റിങ്ങിലും ഇറങ്ങാം. ജയവും അപജയവും ഒക്കെ അവൻ്റെ അപ്പത്തെ യോഗം പോലെയും ഭാഗ്യം പോലെയും ഒക്കെ ഇരിക്കും, കഴിവ് പോലെയൊക്കെ ഇരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഒരു ആർട്ട് പഠിക്കുന്ന സമയത്ത് ഓരോ ആർട്ടിനും അതിൻ്റെതായിട്ടുള്ള ബേസിക്കുകളും അതിൻ്റെതായിട്ടുള്ള സിലബസുകളും ടെക്നിക്കുകളും ഒക്കെ ഉണ്ട്. ആ ആർട്ട് പഠിക്കുമ്പോഴും ആ ആർട്ട് പരിശീലിക്കുമ്പോഴും മാത്രമേ ഞാൻ ആ ആർട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ കിക്ക് ബോക്സിങ്ങിൻ്റെതായ സിലബസുകളുണ്ട്. ആ സിലബസ് പരിശീലിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കിക്ക് ബോക്സിംഗ് പഠിക്കുന്ന ആളാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ കിക്ക് ബോക്സിംഗ് പഠിച്ചവരെ മാത്രമേ എനിക്ക് കിക്ക് ബോക്സിംഗ് അറിയും എന്ന് പറയാൻ പറ്റുള്ളൂ. അത് പഠിച്ച് പരിശീലിച്ച് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ കിക്ക് ബോക്സിങ്ങിൻ്റെ ഓതറൈസറായിട്ടുള്ള ഇൻസ്ട്രക്ടറാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും മറ്റൊരു കരാത്തെ കുംഫു ഒക്കെ പഠിച്ചിട്ട് വൂഷു ഒക്കെ പഠിച്ചിട്ട് 2 ഫേസ് പഞ്ചും ചെയ്തിട്ട് ഇതാണ് കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിക്ക് ബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല. കിക്ക് ബോക്സിങ്ങിൻ്റെതായ സിലബസുകളുണ്ട്. ആ സിലബസ് പരിശീലിക്കുമ്പോഴും ആ സിലബസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും മാത്രമാണ് കിക്ക് ബോക്സിംഗ് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് പഠിച്ച് പരിശീലിച്ച് സർട്ടിഫിക്കേഷൻ നേടുന്ന സമയത്ത് മാത്രമാണ് കിക്ക് ബോക്സിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റിംഗ് മെത്തേഡ് അറിയാം, ഏതൊക്കെ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് പല മാർഷൽ ആർട്സിലും ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണെന്നൊക്കെ പറയാം. പക്ഷേ കിക്ക് ബോക്സിംഗ് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് കിക്ക് ബോക്സിംഗ് എന്നല്ല. ഇപ്പോൾ ഒരാൾ മുയ്ത്തായി പഠിക്കുകയാണെങ്കിൽ മുയ്ത്തായിൻ്റെ രീതികൾ അറിഞ്ഞിരിക്കണം, MMA പഠിക്കുകയാണെങ്കിൽ MMAൻ്റെ രീതികൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോ, ഇപ്പോൾ കരാട്ടെ ആണെങ്കിൽ കരാത്തിൻ്റെ കഥകളും അതിന് അവർ അനുശാസിക്കുന്ന സിലബസുകളും പഠിച്ച ഒരാൾക്ക് മാത്രമേ കരാട്ടേക്കാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കരാട്ടയുടെ സെമി കോണ്ടാക്ട് സിസ്റ്റം അല്ലെങ്കിൽ സ്പോർട്സ് സിസ്റ്റത്തിലുള്ള ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു തൈക്കോണ്ടക്കാരനെ കുറിച്ച് നമുക്ക് കരാട്ടക്കാരെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആ തരത്തിൽ ഫൈറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കിക്ക് ബോക്സിംഗ് ആണ്, മൊയ്ത്തായി ആണ്, കരാത്തയാണ്. അത് ഇത് വേ, 2ഉം 3ഉം നമ്മൾ ഒന്നും ഒരുമിച്ച് കൂട്ടണ്ട. ഓരോന്നിനും ഓരോന്നിൻ്റെ സിലബസ് ഉണ്ട്. ആ സിലബസ് അറിയുന്നവർക്ക് മാത്രമേ ആ കല അറിയൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ കുറിച്ച് കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമല്ല. അത് അവർ വെറുതെ അവകാശവാദം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അതായത് ഒരുപാട് വ്യൂവേഴ്സും പിന്നെ ഒരുപാട് ജനങ്ങളും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ ഡോക്ടർ യൂനുസ് കരുവാരക്കുണ്ട് സാർ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെ കൂടെ ഉള്ളത് പിന്നെ മറ്റൊരാളുണ്ട്, അറിയപ്പെട്ട ഒരാളാണ്. മലപ്പുറം വാക്കോ പ്രസിഡന്റും അതുപോലെ തന്നെ വാക്കോ കേരള സെക്രട്ടറിയും ആയിട്ടുള്ള പിന്നെ ഡോക്ടർ വിന്നർ ഷെരീഫ് മാഷ് നമ്മളെ കൂടെ ഉണ്ട്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? വാക്കോയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇപ്പോൾ ഇവിടെ വാക്കോ കിക്ക് ബോക്സിങ്ങിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ യൂനുസ് കരുവാരക്കുണ്ട് പറഞ്ഞു കഴിഞ്ഞു. വാക്കോ കിക്ക് ബോക്സിങ്ങിൻ്റെ ആധികാരികതയെക്കുറിച്ച്, അതിൻ്റെ അംഗീകാരങ്ങളെക്കുറിച്ചും മറ്റെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വാപ്പുട്ടി മാഷും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മുടെ നമ്പറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ വാക്കോ കിക്ക് ബോക്സിംഗ് എന്ന് നെറ്റിൽ എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ നമ്പറോ ഡീറ്റെയിൽസോ കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോസിന് ഒരുപാട് വിശദ വിവരങ്ങൾ തന്നിട്ടുള്ള നമ്മുടെ യൂനുസ് സാർ കരുവാരക്കുണ്ടിനും അതുപോലെ തന്നെ ഷെരീഫ് മാഷ്, ഡോക്ടർ വിന്നർ ഷെരീഫ് മാഷിനും ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.